الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وبارك وسلم صلاة وسلاما عليك يا سيدنا يا رسول الله صلى الله تعالى عليه وسلم. സ്നേഹാദരവും ബഹുമാനവും നിറഞ്ഞ സാദാത്യങ്ങൾ, ഉലമാക്കൾ, ദിസ്തിയ മജ്‌ലിസിന്റെ മുഹിബ്ബീങ്ങൾ, ഉമ്മ പെങ്ങന്മാർ, മാസം തോറും നടത്തി വരാനുള്ള അതിമഹത്തായ അജ്മീർ ഖ്വാജയുടെ പേരിൽ സംഗമിപ്പിക്കുന്ന ദിസ്തിയ മജ്‌ലിസും ബഹുമാനപ്പെട്ട വന്യരായ പാത്തൂർ തങ്ങൾ ഉസ്താദിന്റെ പിതാവ് സയ്യിദ് ഹുസൈൻ പൂക്കോയ ജമലുല്ലയിൽ തങ്ങൾ അവരുടെ 19ാമത്തെ ആണ്ട് നേർച്ചയും അതിന്റെ മജ്‌ലിസാണ് നാം ഇപ്പോൾ അതിൽ ഒരുമിച്ച് കൂടിയത്. നമ്മുടെ ഇത്തരത്തിലുള്ള മജ്‌ലിസിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടിട്ടാണ് ജനങ്ങൾ തങ്ങൾ ഉസ്താദിനെ ബന്ധപ്പെടുന്നത്. ഒരു മാസം മുമ്പ് കണ്ണൂർ ജില്ലയുടെ ഒരു കുടുംബം 10-20 വർഷമായി ചികിത്സാ മേഖലകളിൽ നല്ല പ്രാമാണ്യം നേടിയ പല ചികിത്സ തത്സമത്ത് അടക്കമുള്ള ഏതെല്ലാം മേഖലകളുണ്ടോ ഡോക്ടർമാരും അല്ലാത്ത മുഴുവൻ മേഖലകളിൽ ലക്ഷക്കണക്കിന് പണം മുടക്കി 20 വർഷത്തോളം പിടുത്തം കിട്ടാത്ത, സുഖപ്പെടാത്ത, മാരാത്ത മാരാതി ശൈത്താന്റെ പിടുത്തവും ശർറും കുടുംബത്തിനെ ഒതുക്കി അടക്കി വെച്ചു. തങ്ങൾ ഉസ്താദിനോട് ഏറ്റവും ബന്ധമുള്ള അഫ്സാൻ ഉസ്താദ് ഈ വിഷയം വളരെ ബേജാറോടുകൂടെ ദുഃഖത്തോടുകൂടെ പറയുകയും അതിന്റെ ഭാഗമായി കഴിഞ്ഞ 2 മാസം മുമ്പ് ആ കണ്ണൂരിന്റെ 2 സ്ത്രീകൾ നമ്മുടെ ഈ പാത്തൂരിൽ വന്നെത്തുകയും 3 മണിക്കൂർ നിരന്തരം പരിശുദ്ധ ഖുർആൻ ഓതുകയും ആ ജമലുല്ലയിൽ ഉപ്പാപ്പ തങ്ങളുടെ ആ സിൽസില പാരമ്പര്യയിൽ വന്ന അതിന്റെ ഏതെല്ലാം വിഭാഗമുണ്ടോ എല്ലാ വഴികളും ഉപയോഗിച്ച് 3 മണിക്കൂർ കൊണ്ട് അർത്തിട്ട ആടിന്റെ പോലെ അട്ടഹാസവും ചാട്ടവും ഒച്ചപ്പാടും കൂക്കുവിളിയും ഒക്കെ കണ്ട് അവസാനം ക്ഷീണിതനായി ശൈത്താന്റെ മുഴുവൻ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നീങ്ങിയതാണ്. 20 വർഷം ചികിത്സ നടത്തി പല ഡോക്ടർമാരെ കണ്ട്, മന്ത്രവാദികളെ കണ്ട്, തത്സമത്തിന്റെ ആൾക്കാരെ കണ്ട് ഒരു നിലക്കും സുഖപ്പെടാത്ത ശൈത്താന്യത്തിന്റെ അതികഠിനമായ കടുപ്പമുള്ള ആ ശൈത്താന്യത്തിനെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നീക്കിയ ചരിത്രം നാം നേരിട്ട് കണ്ടതാണ്. എന്നിട്ട് സുഖപ്പെട്ടതിന്റെ ശേഷം ആദ്യം വന്ന ആ ഒരു രൂപമല്ല, ശേഷം ഒരു ഉൽപ്പും ഒരു ചങ്കിയും എല്ലാം കൂടി ഉൾപ്പെട്ട് തങ്ങൾ ഉസ്താദ് പോവാൻ വിട്ടില്ല. നിങ്ങൾ ഇന്ന് ഇവിടെ ഇരുന്ന് നാളെയാണ് ഇവിടെ നാട്ടിലേക്ക് പോകേണ്ടത്. അങ്ങനെ ആ 2 സ്ത്രീകളും കൂട്ടത്തിൽ വന്ന ഒരു പുരുഷനും രണ്ടാലും റൂമിൽ താമസിച്ചു.
ആ ശൈത്താനിയത്ത് ശരീരത്തിൽ നിന്ന് വിട്ടുപോയതിന് ശേഷം അന്ന് ഹദ്ദാദും യാസീനും ദിക്റും ഖുർആനും മോദി വളരെ ഭംഗിയായി 20 വർഷം മുമ്പുള്ള ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുല്ലൈൽ കുടുംബത്തിൽ നടത്തുന്ന ഏറ്റവും അതിമഹത്തായ പാരമ്പര്യമുള്ള സിൽസിലയുള്ള ചികിത്സയുടെ ഒരു പ്രത്യേകതയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുപോലെയുള്ള എണ്ണാൽ ഒതുങ്ങാത്ത ഒരുപാട് പ്രയാസങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഭൂമി പ്രശ്നങ്ങൾ, അതുപോലെയുള്ള മാനസിക ശാരീരികമായ പ്രശ്നങ്ങൾ മുഴുവനും നമ്മുടെ ഈ മഹത്തായ ജിസ്തിയ മജ്‌ലിസിൽ നീങ്ങിപ്പോയിട്ടുണ്ട്. ചികിത്സ കൊണ്ട് ഫലം കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ കാലഘട്ടത്തിൽ രോഗം കൂടി വരികയും ആരോഗ്യം കുറവാവുകയും ആരോഗ്യം നീങ്ങുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. രോഗങ്ങൾ ഇങ്ങനെ കാലാവസ്ഥയിൽ ക്ലൈമറ്റ് അനുസരിച്ച് വരുന്ന രോഗങ്ങൾ അല്ലാത്ത രീതിയിൽ മനുഷ്യരുടെ അസൂയവും കണ്ണേറും സിഹറും പരസ്പരം വൈരുദ്ധ്യവും ദ്വേഷവും കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് പഴയ പൂർവ സൂരികളായ സാദാത്യങ്ങളും പണ്ഡിത ശ്രേഷ്ഠരും നടത്തി വന്ന ഇങ്ങനെയുള്ള അജ്മീറിന്റെ മജ്‌ലിസ് അടക്കമുള്ള അതിമഹത്തായ ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്‌ലിസിലൂടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള ഒരു വഴിയല്ലാതെ മറ്റ് യാതൊരു വഴിയുമില്ല. കാരണം 20 വർഷം കൊണ്ട് അവരെ കണ്ണെത്താവുന്ന രീതിയിൽ കോടിക്കണക്കിന് പണം മുടക്കി എല്ലാ വിഭാഗത്തിന്റെ അടുത്ത് പോയി പഴയ സ്ഥിതിയിലേക്ക് എത്തണമെന്ന് ഭൂമിയും സ്വത്തും മുഴുവനും വിറ്റു. എന്നിട്ടും യാതൊരു ഫലം കാണാതെ അതിമഹത്തായ പാരമ്പര്യമുള്ള സിൽസിലയുള്ള നമ്മുടെ ഈ മജ്‌ലിസിന്റെ മഹത്വം കൊണ്ട് ആ രോഗം നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, ആ ശൈത്യാനിയത്ത്, ആ ശർറ്, ആ ബുദ്ധിമുട്ട്, ആ ഇടങ്ങീറ് നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, പൂർവസൂരികളായ സാദാത്യങ്ങളും പണ്ഡിത ശ്രേഷ്ഠരും ഉണ്ടാക്കി വെച്ച ആ മജ്‌ലിസ്, ആ ദിക്ർ, ആ മൗലീദ്, ആ മാലകൾ, അതിന്റെ മഹത്വം ശ്രേഷ്ഠത എത്രമാത്രമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങളിൽ ബന്ധപ്പെടുകയും ദിനനിത്യം നടക്കുന്ന ജമാഅത്തിൽ ഭാഗവത്താവുകയും പള്ളിയിൽ നടക്കുന്ന സ്വലാത്ത്, ഹദ്ദാദ്, റാത്തീബ് അടക്കമുള്ള സർവ്വ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മഹത്തായ മജ്‌ലിസിൽ ചേർന്ന് നമ്മുടെ പ്രയാസങ്ങൾ മുഴുവനും നീക്കി കിട്ടാൻ വേണ്ടി നല്ല മനസ്സോടുകൂടെ, നല്ല കരുത്തോടുകൂടെ, നല്ല നിയത്തോടുകൂടെ മജ്‌ലിസിൽ ഇരുന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ നിയത്തിനനുസരിച്ചിട്ടുള്ള ഫലം കിട്ടുമെന്നതിൽ രണ്ട് സംശയമില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദ് അവറുകളും മറ്റു നേതാക്കളും വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് സമയം കുറച്ചും വഴുകി പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് മലപ്പുറം ഭാഗത്ത് നിന്നാണ് വന്നത്. നല്ല പ്രസംഗം ഇൻഷാ അല്ലാഹ് നടത്തി തരും. മഴയാണല്ലോ, അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിൽ നമുക്ക് ദുആ ചെയ്ത സയ്യിദ് എംബിച്ചുകോയ തങ്ങൾ അൽ ബുഖാരി അംജദി, അല്ലാഹു ജല്ല ജലാലുഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ദുആ സ്വാഗതമായി അർപ്പിക്കുന്നു. നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിൽ നമുക്ക് എല്ലാ വിഷയത്തിലും അത്താണിയായി നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജലാലുദ്ദീൻ ജമലുല്ലൈൽ തങ്ങൾ പാത്തൂർ, അല്ലാഹു ജല്ല ജലാലുഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകുമാറാവട്ടെ എന്ന ദുആ ബഹുമാനപ്പെട്ടവരിലേക്ക് സ്വാഗതമായി അർപ്പിക്കുന്നു. നമുക്കിന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയിരുന്നത് നമ്മുടെ കഴിഞ്ഞ
പൈതം മക്കൾ പരിപാടിയിൽ ആണ്ട് നേർച്ചയിൽ വന്നിട്ട് നമുക്ക് കൂടുതലൊന്നും പ്രസംഗിക്കാൻ ബഹുമാനപ്പെട്ടവർ സാധിച്ചിട്ടില്ല. പ്രസംഗം കേൾക്കണമെന്ന താല്പര്യവും ആഗ്രഹവും ആശയമുള്ള നാം ഇൻഷാ അല്ലാഹ് ഇന്ന് വളരെ സാരവത്തായ നല്ല പ്രസംഗം നടത്തിത്തരും. ബഹുമാനപ്പെട്ട നൗഫൽ സഖാഫി ഉസ്താദ് ഹിരൂർ, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ദുആ ബഹുമാനപ്പെട്ടവരിലേക്ക് ഞാൻ സ്വാഗതമായി അർപ്പിക്കുന്നു. നമ്മുടെ ഈ മജ്ലിസിൽ നമ്മുടെ സ്വാഗത സംഘത്തിന്റെ ചെയർമാനും പാത്തൂർ തങ്ങൾ ഉസ്താദിന്റെ എല്ലാ പരിപാടിയിലും നിര സാന്നിധ്യമുള്ള മുഹമ്മദ് ആജി ബോളിയാർ കുർനാട്, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. കൃഷിയിലും മറ്റും എല്ലാത്തിലും അല്ലാഹു ധാരാളം ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ദുആ സ്വാഗതമായി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മജ്ലിസിൽ വാദപ്പുണി മുഹമ്മദ് ആജി അടക്കമുള്ള പലരുമുണ്ട്. ഫസൽ മീഡിയ അടക്കമുള്ള നാമുമായി ബന്ധപ്പെട്ട നമ്മുടെ എല്ലാ പ്രവർത്തന രംഗത്തും എല്ലാ വിഷയത്തിലും നിരസാന്നിധ്യമുള്ള ആഷിഖ് അടക്കമുള്ള ഈ നാട്ടിന്റെ ഉമ്മ പെങ്ങന്മാർ, യുവാക്കൾ, തങ്ങളുമായി സഹകരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ജല്ല ജലാലുഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.